ഹലോ. സെക്സിനെ കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് വൃത്തികേടിൻ്റെ പ്രവാഹമായിരിക്കും കമൻറ്റ് സെക്ഷനിൽ. അതെന്തിനാ ഇപ്പോഴും സെക്സ് എന്നുള്ളൊരു വേർഡ് പറയുമ്പോൾ തന്നെ വല്ലാത്ത വൃത്തികേടുകൾ മാത്രം സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്ന എൻ്റെ കൂടെ പറയുന്നത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് ഈ ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നത്. അവളൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്ത് അതിൻ്റെ താഴെ വല്ലാത്ത രീതിയിൽ ഒരുപാടൊന്നുമില്ല, പക്ഷെ ഒരു 4-5 എണ്ണം ആണെങ്കിൽ പോലും അതുപോലും ഒരു വൃത്തികെട്ട രീതിയിലുള്ള മെസ്സേജും എന്താ പറയുക കമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചിലതൊക്കെ വന്നത്. ഇത് ഫസ്റ്റ് ടൈം ഒന്നും അല്ല. ഇതിന് മുന്നേ ആരെങ്കിലും ഇതുപോലെ സെക്സ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ പിന്നെ സെക്സ് എന്നുള്ള രീതിയിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടോപ്പിക്ക്, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല, പക്ഷെ എന്തെങ്കിലും ടൈപ്പിലൊരു ടോപ്പിക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ തൊടാൻ പോലും, അതായത് ഒരു ഏജ്ഡ് അല്ലാത്ത അഡൾട്ട്സിനല്ലാതെ വേറെ ആർക്കും കയറി നോക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്കായിരിക്കും അതിൻ്റെ കമൻസ് ഒക്കെ പോവുക. എന്തിനാണ് ഇങ്ങനെയൊക്കെ കമൻറ്റ്? നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് എന്ത് സുഖമാണ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ബട്ട് ഐ ഡോണ്ട് കെയർ. നിങ്ങളിനി എന്ത് കമൻറ്റ് ഇട്ടാലും ഐ ഡോണ്ട് കെയർ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സെക്സ് എന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മാത്രമൊന്നും അല്ല. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഫങ്ഷനെ ബേസ് ചെയ്തിട്ട് ഹ്യൂമൻ ബോഡീനെ കാറ്റഗറൈസ് ചെയ്ത വിധമാണ് മെയിൽ ആൻഡ് ഫീമെയിൽ. അതും സെക്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ജെൻഡർ എന്ന് ചോദിക്കുന്നത് വളരെ എന്താ പറയുക വിരളമാണ്. സെക്സ് എന്നേ ചോദിക്കാറുള്ളൂ. അവിടെ നിങ്ങൾ യെസ് ഹാവ് ഡൺ സെക്സ് എന്നാണോ എഴുതുക, അല്ല നിങ്ങളുടെ മെയിലാണോ ഫീമെയിലാണോ എന്നാണ് എഴുതുക. അവിടെ നിങ്ങൾക്ക് ഈ സെക്സിന് വേറെ അർത്ഥമൊന്നും നിങ്ങൾ കണ്ടുപിടിക്കുന്നില്ലല്ലോ. പിന്നെ എന്തിനാ ഇത്തരത്തിലെ വീഡിയോസ് ചെയ്യുമ്പോൾ മാത്രം ഇതിന് ഇങ്ങനത്തെ ഒരു അർത്ഥം നിങ്ങൾ കണ്ടുപിടിക്കുന്നത്? പ്ലീസ് ട്രൈ ടു സ്റ്റോപ്പ്. ഇത് ഷോസ് യുവർ കൾച്ചർ. പ്ലീസ് ഡോണ്ട്. നിങ്ങളുടെ അച്ഛനും അമ്മേനെയും പറയിപ്പിക്കരുത്. എന്തിനാണ് ഇങ്ങനത്തെ കമൻസ് ഒക്കെ ഇടുന്നത്? കുറച്ച് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പബ്ലിക്കലി വിളിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ഈ ഫേക്ക് IDs വെച്ചിട്ട് കമൻസ് ഇടാൻ നിൽക്കരുത്. തൻ്റെ ഇടത്തോടുകൂടി അവനവൻ്റെ ഒറിജിനൽ IDs വെച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ നിൽക്കൂ. കാരണം പല ആൾക്കാരും എത്രയോ ഫേമസ് ആയിട്ടുള്ള പിന്നെ എന്തായിരുന്നു യൂട്യൂബേഴ്സിനകത്ത് അവരൊക്കെ അതിനകത്തൊക്കെ എന്തൊക്കെ വൾഗറായിട്ടുള്ള കമൻസ് ഇടുന്നത്. അത് ഇനി നോർമൽ വീഡിയോസിനെ പോലും ഓരോ കമൻസിനൊക്കെ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് വളരെ എന്താ പറയുക വഴക്ക് പറഞ്ഞുകൊണ്ടൊക്കെ അവർ റിപ്ലൈസ് തരുന്നില്ലേ. അത് നിങ്ങളുടെ കൾച്ചറാണ് കാണിക്കുന്നത്. അവിടെയൊക്കെ നിങ്ങൾ ഫേക്ക് IDസാണ് യൂസ് ചെയ്യുന്നത്. ഒറിജിനൽ ID യൂസ് ചെയ്തിട്ട് തൻ്റെ ഇടത്തോടു കൂടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ. ഇപ്പോൾ തംബ്നെയിലൊക്കെ ഈ 3 അക്ഷരം കാണുവാണെങ്കിൽ പിന്നെ നമ്മുടെ വാച്ച് അവേഴ്സും വ്യൂസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റോക്കറ്റ് വിട്ട പോലെ മുകളിലേക്ക് കയറും. കാരണം അറിയണമല്ലോ അതിനകത്ത് എന്താ ഇരിക്കുന്നത്. ഒരു സുഖം ഇതൊക്കെ കാണുമ്പോൾ. ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വേറൊരു സുഖം. മനുഷ്യ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫേക്ക് IDയിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ പോലും അത് എന്നും ആൾക്കാർ ഓർമ്മിച്ച് വെക്കും. കാരണം പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ വീഡിയോസ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫൈൻഡിങ് വീഡിയോസിനകത്തൊന്നും അങ്ങനെ വലിയ കമൻസ് ഒന്നും വരാനായിട്ടില്ല. കാരണം ഞങ്ങൾക്ക് വ്യൂസൊക്കെ വളരെ കുറവാണ്. ഇത്തരത്തിലുള്ള ഞങ്ങളിങ്ങനെ വളർന്നു വരുന്ന ചെറിയ എന്താ പറയുക സസ്യം മാത്രമേ ആയിട്ടുള്ളൂ. ഒരു വലിയ മരമൊന്നും ആയിട്ടില്ല. പക്ഷെ ഇങ്ങനെ മരമായിട്ടുള്ള കുറേ ചാനൽസൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പറയുന്നത് കേൾക്കാം. വല്ലാണ്ട് ഇതുപോലെ ഓരോ കമൻസിനും തിരിച്ച് നന്നായിട്ട് അവരുടെ അണ്ണാക്കിലിട്ട് കൊടുത്തു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള റെസ്പോൺസൊക്കെ കൊടുക്കുന്നത് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ പറയിപ്പിക്കാനായിട്ട് ഓരോ വൾഗർ കമൻസൊക്കെ ഇടുന്നത്? അതിനകത്ത് എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? പ്ലീസ് ട്രൈ ടു സ്റ്റോപ്പ് ഇറ്റ്. മതിയാക്ക്. അതൊന്നും അത്ര രസമുള്ള പരിപാടിയൊന്നുമല്ല. കുറേ കാലമൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ അയ്യോ വേണ്ടായിരുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. ഇപ്പോൾ ഉള്ള ആ ഒരു ചോരത്തിളപ്പിൽ പലതും നിങ്ങൾ ചെയ്തു കൂട്ടും. എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് ആലോചിച്ച് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ടാറ്റാ.